തീർച്ചയായും അരുൺ, പെരുമ്പറ മുഴുങ്ങാൻ ഇനി വെറും മണിക്കൂറുകൾ മാത്രം, ഒരു മണിക്കൂർ മാത്രമേ ഉള്ളൂ. നമ്മുടെ എനിക്ക് തോന്നുന്നു അജിംഷാദ്, ആ വകുപ്പുകൾ സംബന്ധിച്ച് മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാത്രമാണ് ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം ഉണ്ടാകുക. എങ്കിലും ഈ അവസാന നിമിഷം ഇക്കാര്യത്തിൽ ആദ്യം ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. ആശയക്കുഴപ്പം എന്ന് പൂർണ്ണമായി പറയാനാവില്ല, കാരണം പുറത്ത് പ്രചരിച്ച വാർത്തകളാണ്. അവർ തീരുമാനം എടുത്തിരുന്നില്ലല്ലോ. റവന്യൂ, വനം, കൃഷി, ഗതാഗതം ഒക്കെ NCPക്ക് തന്നെയാണ്. അക്കാര്യത്തിൽ മാറ്റമില്ല. ആഭ്യന്തരം, പൊതുഭരണം, IT, വിജിലൻസ് അടക്കം മുഖ്യമന്ത്രി അല്ലേ. AK ബാലൻ നിയമം, സാംസ്കാരികം, AC മൊയ്തീൻ ടൂറിസം, ഒപ്പം EP ജയരാജൻ കായികവും ഒപ്പം വ്യവസായ വകുപ്പും അദ്ദേഹത്തിനാണ്. കടകംപള്ളിക്ക് വൈദ്യുതിയും നിയമവും സാംസ്കാരികവും. അതെ, കടകംപള്ളിക്ക് വൈദ്യുതിയും ദേവസ്വവും. മാത്യു ടി തോമസ് ജലവിഭാഗം. അതെ, അതാണ് അത് സംബന്ധിച്ച് കൃത്യമായി റവന്യൂ, വനം, ഗതാഗതം അടക്കം NCPക്കാണ് പോയിട്ടുള്ളതെങ്കിലും കൃത്യമായി അത് സംബന്ധിച്ച് ആരാണ് തരത്തിലുള്ള തീരുമാനം എത്തിയിട്ടില്ല. ഇപ്പോൾ സാലി മുഹമ്മദ്, ഞങ്ങളുടെ പ്രതിനിധി, ചേരുന്നു. സാലി, ഏറ്റവും പുതിയ വിവരങ്ങൾ. പ്രവർത്തകർ മുതൽ നേതാക്കന്മാർ വരെയുള്ളവർ ഏതായാലും നമ്മോടൊപ്പം ഇപ്പോൾ നിയുക്ത ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് ഉണ്ട്. നമുക്കറിയാം ഏറ്റവും വലിയ പ്രതിസന്ധി ഈ സർക്കാർ നേരിടാൻ പോകുന്നതും സാമ്പത്തിക വിഷയത്തിലായിരിക്കും. എന്തായിരിക്കും പരിപാടികൾ എന്ന് നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് ചോദിച്ചറിയാം. ഡോക്ടർ നമസ്കാരം. എന്തായിരിക്കും വലിയ പ്രതിസന്ധിയാണ് സാമ്പത്തിക രംഗത്ത് നേരിടാൻ പോകുന്നത്? എങ്ങനെയായിരിക്കും ഈ പ്രതിസന്ധിയെ മറികടക്കാൻ LDF സർക്കാർ ശ്രമിക്കുക? ഇന്നലെ മുൻ മുഖ്യമന്ത്രി ഒരു തമാശ പറയുന്നത് കേട്ടു, സാമ്പത്തിക നില എല്ലാം ശരിയാണെന്ന് ഞാൻ ചെല്ലുമ്പോൾ കാണുമെന്ന്. അദ്ദേഹം പറയുന്നത് ബാക്കി ട്രഷറി പണമുണ്ട്. കേരളത്തിൽ സാധാരണഗതിയിൽ LDF ഭരിച്ചപ്പോൾ ഓണത്തിനെ കടമെടുക്കുകയുള്ളൂ. ഇതിപ്പോൾ 2 മാസം പിന്നിടുന്നേ ഉള്ളൂ. 2800 രൂപ കടമെടുത്തിരിക്കുക, 2800 കോടി രൂപ. കഴിഞ്ഞ മാസം 29 ദിവസം വെയ്സ് ആൻഡ് മീൻസ് മൈനസിലായിരുന്നു. ഇതാണ് ഇന്നത്തെ ട്രഷറിയുടെ നില. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ബഡ്ജറ്റ് ഇനി 1.5 മാസത്തിനുള്ളിൽ വരും. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ് ജനങ്ങൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ ഒരു ആനുകൂല്യവും വേണ്ടെന്ന് വെക്കാൻ പോകുന്നു. വരുന്ന വഴിക്ക് കാണാം. നികുതി ബാധ്യതകൾ നോക്കാം നമുക്ക് എങ്ങനെ വേണമെന്നുള്ളത്. പക്ഷെ ബാധ്യതയുടെ ഭാരം ജനത്തിൻ്റെ തലയിൽ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് ജനങ്ങളുടെ വാക്ക് പാലിക്കും. 1-2 വർഷത്തിനുള്ളിൽ ഇന്നത്തെ പ്രതിസന്ധി മറികടക്കാൻ പറ്റും. വളരെ നന്ദി ഈ തിരക്കിനുള്ളിൽ നമ്മോട് സഹകരിച്ചതിന്. അജിംഷാദ്, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഡോക്ടർ TM തോമസ് ഐസക് നമ്മോട് പങ്കുവച്ചത്. വലിയ പ്രതിസന്ധിയാണ് സാമ്പത്തിക രംഗത്ത് കേരളം ഇനി വരുന്ന ഇന്ന് ചുമതലയേൽക്കുന്ന സർക്കാർ നേരിടാൻ പോകുന്നത്. പക്ഷേ അതിൻ്റെ പേരിൽ സാധാരണക്കാർക്ക്, സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ ജീവിക്കുന്ന പാവപ്പെട്ട ആളുകൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരാനുകൂല്യവും വെട്ടിക്കുറയ്ക്കില്ല. മാത്രമല്ല, കാര്യമായ നികുതി നിർദ്ദേശങ്ങളൊന്നും ഇല്ലാത്ത, അധിക ബാധ്യതകളില്ലാത്ത തരത്തിൽ ഒരു ഭരണമായിരിക്കും കൊണ്ടുപോകുക. അത്തരത്തിലൊരു സാമ്പത്തിക മാനേജ്മെൻ്റ് ആയിരിക്കും ഡോക്ടർ TM തോമസ് ഐസക്കിൻ്റെ നേതൃത്വത്തിൽ ധനകാര്യ വകുപ്പിൽ നടത്താൻ പോകുക എന്ന കാര്യമാണ് അദ്ദേഹം പങ്കുവച്ചത്. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം കഴിഞ്ഞ 5 വർഷക്കാലം, ആദ്യ 4 വർഷം ധനമന്ത്രിയായിരുന്ന KM മാണിയും പിന്നീട് 1 വർഷം ധനവകുപ്പ് കൈകാര്യം ചെയ്ത ഉമ്മൻചാണ്ടിയുടെയും കാലത്ത് വലിയ തോതിൽ കേരളത്തിൻ്റെ പൊതുകടം വർദ്ധിച്ച കാര്യമൊക്കെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, മാസങ്ങളായി തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തടക്കം നമ്മൾ ചർച്ച ചെയ്തതാണ്. ഐക്യകേരളം രൂപപ്പെട്ടതിന് ശേഷം ഈ ഗവൺമെൻറ് വരുന്നതുവരെ ഉണ്ടായ പൊതുകടത്തിൻ്റെ തുല്യമായ തുക ഈ 5 വർഷം കൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ, ധനമന്ത്രിയായ KM മാണി ഒക്കെ കൂടി കേരളത്തിൻ്റെ പൊതുകടം വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. അത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും. അതിൻ്റെ തിരിച്ചടവടക്കമുള്ള പ്രശ്നങ്ങൾ വലിയ വെല്ലുവിളികളാണ്. സാധാരണക്കാരായ ജനങ്ങൾക്ക് നൽകേണ്ട ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കേണ്ട സാഹചര്യം സൃഷ്ടിക്കപ്പെടും എന്നൊക്കെയാണ് നമ്മൾ ഭയന്നിരുന്നത്. പക്ഷേ ഏതായാലും ഈ പ്രതിസന്ധി തന്നെയാണ്. അതിൻ്റെ കൃത്യമായ ധനകാര്യ മാനേജ്മെൻറ്റിലൂടെ ഈ പ്രതിസന്ധി നമ്മൾ മറികടക്കും. അതിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു ആനുകൂല്യം വെട്ടിക്കുറയ്ക്കില്ല, ഏതെങ്കിലും വലിയ തോതിലുള്ള നികുതി വർധനവ് സാധാരണക്കാരൻ്റെ മേൽ അടിച്ചേൽപ്പിക്കില്ല എന്ന ഉറപ്പാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ധനസ്ഥിതിയെ സംബന്ധിച്ച് ഡോക്ടർ TM തോമസ് ഐസക് മുന്നോട്ട് വെച്ചൊരു അഭിപ്രായത്തെ ഇന്നലെ സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എതിർത്തിരുന്നു. അദ്ദേഹം ചുമതലയേൽക്കുമ്പോൾ അറിയാം കേരളത്തിൻ്റെ ഇന്നത്തെ സാമ്പത്തിക നില, അപ്പോൾ ഈ അഭിപ്രായം മാറും എന്ന തരത്തിലാണ് ഉമ്മൻചാണ്ടി പ്രതികരിച്ചത്. പക്ഷേ അതിനും തോമസ് ഐസക് മറുപടി പറഞ്ഞു. ഇപ്പോൾ തന്നെ അറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളം നിത്യനിദാന ചെലവുകൾക്ക് പോലും കടം വാങ്ങുന്ന അങ്ങേയറ്റം ഗൗരവകരമായ സ്ഥിതിയാണുള്ളത്. അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഡോക്ടർ TM തോമസ് ഐസക്, നിയുക്ത ധനമന്ത്രി, നമ്മോട് പങ്കുവച്ച വികാരം.
അതായത് ഓണത്തിന് മാത്രമാണ് കടമെടുക്കാറ്. പക്ഷേ ഇത്തവണ 2 മാസം പിന്നിടുന്ന ഘട്ടത്തിൽ തന്നെ 2800 കോടിയോളം രൂപ കടമായി. ധനസ്ഥിതിയെ സംബന്ധിച്ച് ഖജനാവ് നിരന്തരം പൂട്ടുന്ന സ്ഥിതി, ഒരുപക്ഷെ അക്ഷരാർത്ഥത്തിൽ അത് സംഭവിച്ചില്ല എങ്കിൽ പോലും ഒരുപക്ഷെ ഒറ്റ ദിവസം പോലും ട്രഷറി പൂട്ടാത്ത ദിനം തോമസ് ഐസക്കിനുണ്ടായിരുന്നു, കഴിഞ്ഞ LDF സർക്കാരിനുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ കണ്ടതാണ്. തീർച്ചയായും ഇത് കേവലം അവകാശവാദമല്ല എന്ന് അദ്ദേഹത്തിന്റെ ശരീരഭാഷയുടെ ഉത്സുകതയ്ക്കൊപ്പം തന്നെ നമുക്ക് വായിച്ചെടുക്കാവുന്നതുമാണ്. സാലി അണിമുറിയാതെ ആൾക്കാർ അവിടേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ കൂടി മിക്സ് ചെയ്ത് നമുക്ക് എത്തുന്നുണ്ട്. ഒരു നിമിഷം സാലിയോട് ഒരു കാര്യം പ്രത്യേകം ചോദിക്കാനുള്ളത്. സാലി, നിലവിൽ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യാൻ അവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ കുടുംബാംഗങ്ങൾ ഒക്കെ അവിടെ ഉണ്ടാകുമല്ലോ. അവരുടെ പ്രതികരണങ്ങൾ ഒക്കെ നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കുമോ ഈ ഘട്ടത്തിൽ? അജിംഷാദ്, തീർച്ചയായും അതിനുള്ള ശ്രമങ്ങളിലേക്ക് നമുക്ക് കടക്കാം. സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പ്രതീക്ഷയിലും ആവേശത്തിലുമാണ്. അത് ഏതെങ്കിലും തരത്തിൽ നേതാക്കന്മാരോ സാധാരണ പ്രവർത്തകരോ മാത്രമല്ല, കേരളത്തിൻ്റെ പൊതുസമൂഹം ആകെ വലിയ പ്രതീക്ഷയിലാണ്. നമ്മുടെ നയങ്ങളുടെ കാര്യത്തിൽ, നമ്മുടെ നിലപാടുകളുടെ കാര്യത്തിൽ, നമ്മുടെ ലക്ഷ്യങ്ങളുടെ കാര്യത്തിലൊക്കെ സമൂലമായൊരു പൊളിച്ചെഴുത്ത് നടത്തുന്ന ഒരു പുരോഗമനാത്മകമായ ഒരു അധികാര സംവിധാനം, ഒരു സർക്കാർ കേരളത്തിൽ രൂപപ്പെടാൻ പോകുന്നു. ഒന്ന് പൊതുവികാരം, വിശേഷിച്ചും പിണറായി വിജയൻ്റെ നേതൃത്വം അതിന് അടിവരയിടുന്നു. അത്തരമൊരു പൊതുവികാരം കേരളത്തിൽ ആകമാനം ഉയർന്നു വന്നിട്ടുണ്ട്. അത്തരമൊരു വികാരം പ്രതിഫലിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളും ആവേശകരമായ കാഴ്ചകളും ഒക്കെ തന്നെയാണ് ഇവിടെ ഈ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്നും നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും മന്ത്രിമാരുടെയും ഒക്കെ നിയുക്ത മന്ത്രിമാരുടെയും ഒക്കെ ബന്ധുക്കളും നാട്ടുകാരും സുഹൃത്തുക്കളും സിനിമാ മേഖലയിൽ നിന്ന് പ്രമുഖരും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെയൊക്കെ പ്രതികരണങ്ങളിലേക്ക് നമുക്ക് ഉടൻ തന്നെ കടക്കാവുന്നതാണ്. ഞങ്ങൾ അവിടേക്ക് ഒഴുകിയെത്തുന്ന ദൃശ്യങ്ങൾ കാണുന്ന ഘട്ടത്തിൽ തന്നെ സ്വാഗത ഗാനം ട്രയൽ അതിന്റെ കേൾക്കുന്നുമുണ്ട്. ഒരുപക്ഷെ നേരത്തെ ഇപ്പോൾ അരുൺ സാലിയോട് സൂചിപ്പിച്ചതുപോലെ കുടുംബാംഗങ്ങൾ, മന്ത്രിമാരുടേതടക്കമുള്ള നിയുക്ത മന്ത്രിമാരുടേതടക്കമുള്ള ഈ ഘട്ടത്തിൽ അവരുടെ കുടുംബാംഗങ്ങളും അതിലേക്ക് അവരുടെ വാക്കുകളിലേക്കും ഒക്കെ നമുക്ക് ഈ ഘട്ടത്തിൽ പോകാവുന്നതാണ്, ലഭിക്കുമെങ്കിൽ. അജിംഷാദ്, ഉടൻ ലഭ്യമാക്കാം. ഏതെങ്കിലും ശ്രമങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പ്രധാന മന്ത്രിമാരുടെ കുടുംബാംഗങ്ങൾ എന്ന നിലയ്ക്ക് പ്രത്യേകമായി സീറ്റുകൾ ക്രമീകരിച്ചിട്ടില്ല എന്നൊരു സാങ്കേതിക ബുദ്ധിമുട്ടുകളുണ്ടാകും. എങ്കിലും അവരെ നമ്മൾ കണ്ടെത്തുകയും അവരുടെ പ്രതികരണങ്ങൾ ആരായുകയും അവരുടെ സന്തോഷം നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ യഥാർത്ഥത്തിൽ 1 മണിക്കൂറുണ്ട്. ഇപ്പോൾ തന്നെ യഥാർത്ഥത്തിൽ സ്റ്റേഡിയം നിറഞ്ഞു കവിയുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എന്നാൽ അണിമുറിയാതെ അണയോടുകൂടി ഒഴുകുകയാണ് ജനങ്ങൾ അവിടേക്ക്. ഒരുപക്ഷെ സാലിക്ക് അതിനുള്ള സമയം കൂടി ലഭ്യമാക്കേണ്ടതുണ്ട്. ഈ ബന്ധുക്കൾ അടക്കമുള്ളവരുടെ അടുത്തേക്ക് പോകാൻ ഈ പറഞ്ഞ പോലെ പ്രത്യേക ക്രമീകരണം ഇല്ലാത്തത് കൊണ്ട് അതിനുള്ള സാങ്കേതിക ബുദ്ധിമുട്ടുണ്ടാകും. ഇപ്പോൾ സുനിൽ അരിമാനൂർ, നമ്മുടെ പ്രതിനിധി സുനിൽ കൂടി ചേരുന്നുണ്ട് ഈ ഘട്ടത്തിൽ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്ന്. സുനിൽ, കൃത്യം 3:17 4 മണിക്കാണ് സത്യപ്രതിജ്ഞ എന്നാണ് സമയം. വലിയ തരത്തിലുള്ള ജനസഞ്ചയം എത്തിച്ചേർന്നിട്ടുണ്ടോ? ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഒപ്പം VIP-കൾ, VVIP-കൾ, വിശിഷ്ട അതിഥികൾ ആരൊക്കെ നിലവിൽ എത്തിച്ചേർന്നിട്ടുണ്ട്? തീർച്ചയായും സുനിലിലേക്ക് പോകുന്ന ഘട്ടത്തിൽ തന്നെ അരുൺ, അതായത് നോക്കൂ, പറഞ്ഞതിലെ പ്രത്യേകത, അതായത് പ്രത്യേകിച്ച് VVIP-യോ VIP-യോ ഒന്നും തിരിച്ച് അവിടെ ഇല്ല. അല്ലെങ്കിൽ ചില സുരക്ഷാ പ്രശ്നങ്ങൾ മുൻനിർത്തിയുള്ള കരുതലുകൾ മാത്രമാണുള്ളൂ. അതെ, നേരത്തെ പറഞ്ഞതുപോലെ VIP എന്നതിന് ഈ സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നത് ജനങ്ങൾക്കാണ്. ഒരുപക്ഷെ ജനങ്ങൾ അങ്ങനെ ഒഴുകിയെത്തുകയാണ്. നോക്കൂ, 1 മണിക്കൂർ ഇനി ശേഷിക്കുന്നുണ്ട്, ഏകദേശം 1 മണിക്കൂർ എന്ന് പറയാം. 3:18 ആയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്തായാലും അരമണിക്കൂറിന് മുകളിൽ. പക്ഷേ സുനിൽ, എങ്ങനെയാണ് അവിടുത്തെ ജനസാന്നിധ്യം? ഒഴുകിയെത്തുകയാണ് ജനങ്ങൾ ദൃശ്യങ്ങൾ കാണുമ്പോൾ. അവിടെ നിന്നൊരു അനുഭവം എന്ന് പറഞ്ഞാൽ സുനിലേ. സുനിൽ വിവരങ്ങൾ ലഭ്യമാക്കുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. നോക്കൂ, ആ ദൃശ്യങ്ങൾ അജിംഷാദ്, വലിയ തരത്തിലുള്ള ജനവിഭാഗമാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഒരുപക്ഷെ ജനകീയ സർക്കാർ എന്ന പിണറായി വിജയൻ പറഞ്ഞതിനെ അക്ഷരാർത്ഥത്തിൽ സാധൂകരിക്കുന്ന തരത്തിൽ ദൃശ്യങ്ങളിൽ നിന്ന് പ്രതാപ് പോത്തൻ അടക്കമുള്ളവർ എത്തിയിട്ടുണ്ട്. ഈ 5 വർഷക്കാലവും കൃത്യമായി UDF സർക്കാരിൻ്റെ രാഷ്ട്രീയ ഗതികളിൽ സക്രിയമായി പ്രതികരിക്കുകയും കൃത്യമായ രാഷ്ട്രീയ നിലപാടുകൾ വ്യക്തമാക്കുകയും ചെയ്ത രാഷ്ട്രീയ നേതാക്കൾ അടക്കം ഒരു വിഭാഗം, സിനിമാ താരങ്ങളടക്കം ഒരു വിഭാഗം, മറ്റൊന്ന് നിഷ്പക്ഷരായ എന്ന് വിശ്വസിക്കപ്പെടുന്ന ജനങ്ങൾ,
തങ്ങളുടെ സർക്കാർ എന്ന് സ്വയം ഒരു ബോധ്യത്തിന്റെ അനുഭവത്തിൽ അവിടേക്ക് എത്തിച്ചേരുന്ന അവസ്ഥ, ഇതൊക്കെ അനിതര സാധാരണമായ ഒരു അവസ്ഥ തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ആ തരത്തിലുള്ള കാഴ്ച തന്നെയാണ് നിലവിൽ അവിടെ നിന്ന് കാണുന്നത്. വിവിധ രാഷ്ട്രീയ നേതാക്കൾ, ജനപ്രതിനിധികൾ അടക്കമുള്ളവർ അവിടേക്ക് എത്തിച്ചേരുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ജനകീയ സർക്കാർ, CPIM-ന്റെ LDF-ന്റെ ഭാഷയിൽ പറഞ്ഞാൽ ജനകീയ സർക്കാർ അധികാരം ഏൽക്കാൻ ഇനി മിനിറ്റുകൾ മാത്രമാണ് ഉള്ളത്. തീർച്ചയായും അതായത് ഇന്നലെ പിണറായി വിജയൻ പറഞ്ഞ കാര്യം അക്ഷരാർത്ഥത്തിൽ കേരളത്തിന്റെ പരിച്ഛേദമായിരിക്കും അവിടെ എത്തുക. അവരെ ആകെ കേരളത്തിന്റെ പ്രതിനിധീകരണം ആയി ഞങ്ങൾ കാണും. അങ്ങനെ ആബാലവൃദ്ധം ജനങ്ങളും എല്ലാ കോണുകളിലും പെട്ടവർ, സാധാരണക്കാർ അടക്കമുള്ളവർ അങ്ങനെ ഒഴുകിയെത്തുന്നു. ദൃശ്യങ്ങൾ കാണുന്നത് പോലെ നോക്കുമ്പോൾ ആ പിന്നണിയിലെ ഗാനം, സ്വാഗത ഗാനത്തിന്റെ ഒക്കെ ട്രയലും കൂടി കേൾക്കാം. ഒരുപക്ഷെ അത് കൂടുതൽ. അതെ അജിം ഷാദ്, ഈ ഘട്ടത്തിൽ നമുക്കൊപ്പം സാലി മുഹമ്മദ് ചേരുന്നുണ്ട്. കൂടി ചേരുക. അതെ സാലി, നിലവിൽ ആരാണ് നമുക്കൊപ്പം ഉള്ളത്? എന്ത് വിവരമാണ് ഈ അവസരത്തിൽ കൂട്ടിച്ചേർക്കാനാവുക? വാഴ്ത്തുന്ന ഈ ഗാനം അതിലെ ഓരോ ഘടകങ്ങളെയും സൗന്ദര്യത്തെയും തീർച്ചയായും ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ട് അരുൺ. തീർച്ചയായും അത് സ്വാഭാവികമാണ്. കാരണം ഇതുപോലൊരു വലിയ വേദിയിൽ ഇത്ര ഒരു വലിയ ചടങ്ങിൽ കൃത്യമായ ഏകോപനങ്ങൾ നടക്കുമ്പോൾ ചെറിയ സാങ്കേതിക പിഴവുകൾ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികം മാത്രമാണ്. ഒരുപക്ഷെ അത് തന്നെയാണ് ഇതിന്റെ ആനന്ദോ ലോകെ. ബിനോയ് വിശ്വം, കാനം രാജേന്ദ്രൻ, ശർമ്മ അടക്കമുള്ളവർ നേതാക്കന്മാരാണ്. സാലി മുഹമ്മദ് ഈ ഘട്ടത്തിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സാലി, ഏറ്റവും പുതിയ വിവരങ്ങൾ. ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ഇനി ഇത് ഔദ്യോഗിക സ്ഥാനാരോഹണ അല്ലെങ്കിൽ സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട് ആരംഭിക്കാൻ അവശേഷിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ പ്രമുഖരെല്ലാവരും തന്നെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രമുഖരുടെ, സമൂഹത്തിൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രമുഖരുടെ ഒരു നിര തന്നെ ഇവിടെ ഉണ്ട്. കൂടാതെ ഈ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള 10,000-കണക്കിന് പാർട്ടി പ്രവർത്തകർ ഈ ചടങ്ങ് പങ്കെടുക്കാനും കാണാനും അവിസ്മരണീയമാക്കുവാനുമായി ഇവിടെ എത്തിയിരിക്കുന്നു. അങ്ങേയറ്റത്തെ ആവേശത്തിലാണ് പരിപാടികൾ പുരോഗമിക്കുന്നത്. ഏതാണ്ട് 3:50 ഗവർണർ P. സദാശിവം ഇവിടെ വേദിയിൽ എത്തിച്ചേരും. അതിനൊപ്പം തന്നെ നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റ് നിയുക്ത മന്ത്രിമാരും എത്തുകയും ചെയ്യും. 4 മണിക്ക് തന്നെ സ്ഥാനാരോഹണ ചടങ്ങുകൾ ആരംഭിക്കാൻ കഴിയും എന്ന് തന്നെയാണ് കണക്ക് കൂട്ടുന്നത്. ഏതാണ്ട് കൃത്യമായി തന്നെ ചടങ്ങുകൾ നടക്കുകയും ചെയ്യും. 4 മണിക്ക് തന്നെ നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയനെ സത്യപ്രതിജ്ഞയ്ക്കായി ചീഫ് സെക്രട്ടറി ക്ഷണിക്കും. അതോടുകൂടിയാവും ചടങ്ങുകൾ ആരംഭിക്കുക. തുടർന്ന് മറ്റു മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയാണ് നടക്കുക. ഏതാണ്ട് 1 മണിക്കൂർ കൊണ്ട് എല്ലാ മന്ത്രിമാരും, പിണറായി ഉൾപ്പെടെയുള്ള 19 പേരുടെയും സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പൂർത്തിയാക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 5 മണിയോടുകൂടി ചടങ്ങ് പൂർത്തിയാവുകയും തുടർന്ന് ഗവർണർ രാജ്ഭവനിൽ ഒരുക്കിയിരിക്കുന്ന വിരുന്നിൽ പങ്കെടുക്കുന്നതിനായി മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും പുറപ്പെടുകയും ചെയ്യും. ഇന്ന് തന്നെ മന്ത്രിസഭ ആദ്യ ക്യാബിനറ്റ് ചേരും. അതിനോടനുബന്ധിച്ച് എല്ലാ മന്ത്രിമാരും അവരവരുടെ ഓഫീസുകളിലെത്തി അവരുടെ ചുമതലകൾ ഏറ്റെടുക്കുകയും ചെയ്യും. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ കാര്യമായ തീരുമാനങ്ങളൊക്കെ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കേരളം ഏറ്റവും അടിയന്തരമായി ആവശ്യപ്പെടുന്ന ചില പ്രശ്നങ്ങളുടെ പരിഹാരം തേടിയുള്ള ചില തീരുമാനങ്ങൾ, അന്വേഷണങ്ങൾ ഒക്കെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഏതായാലും ഇവിടുത്തെ ഒരു പൊതു അന്തരീക്ഷം എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ ആവേശത്തോടെ ഈ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയിരിക്കുന്ന 10,000-കണക്കിന് സാധാരണ പാർട്ടി പ്രവർത്തകരെ, ഒരു പാർട്ടിയിലും പെടാത്തവരെ ഒക്കെ തന്നെയാണ്. അതായത് സമൂഹത്തിൻ്റെ ആകെ ഒരാവേശവും അഭിവാദ്യവും ഏറ്റുവാങ്ങിക്കൊണ്ടാണ് 7ാമത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 7ാമത് സർക്കാർ അധികാരത്തിലേൽക്കുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ എത്തിയിരിക്കുന്ന പ്രമുഖരുടെ ഒരു നിര തന്നെ അത് സൂചിപ്പിക്കുന്നു. ഇക്കാര്യത്തിൽ കേരളം അഡ്രസ്സ് ചെയ്യാൻ അടിയന്തരമായി ആവശ്യപ്പെടുന്ന പല പ്രശ്നങ്ങൾക്കും പിണറായി വിജയൻ അദ്ദേഹം സത്യപ്രതിജ്ഞയ്ക്കായി ഇപ്പോൾ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് യാത്ര തിരിക്കുന്നു. അവിടെ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി S. ജീവൻകുമാർ ചേരുന്നു. ജീവൻ, അദ്ദേഹം ഇറങ്ങിയോ? തീർച്ചയായും ജീവൻകുമാറിലേക്ക് പോവുക തന്നെ ചെയ്യാം. ശ്രീ പിണറായി വിജയൻ AKG സെൻട്രലിൽ നിന്നും സത്യപ്രതിജ്ഞ നടക്കുന്ന വേദിയിലേക്ക് നീങ്ങുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ കൂടിയാണ്. ഫ്ളാറ്റിൽ നിന്നും പുറത്തേക്ക് തിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജീവൻ തുടർന്നോളൂ.
അദ്ദേഹം അരുൺ കേൾക്കാമെന്ന് കരുതുന്നു. Yes, yes, കേരളത്തിന്റെ പറഞ്ഞോളൂ. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനായി പിണറായി വിജയൻ തീർച്ചയായും പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയുക്ത എന്ന വാക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഇനി മിനിറ്റുകൾ കൂടി മാത്രമേ നമുക്ക് ഉപയോഗിക്കേണ്ടി വരൂ. അദ്ദേഹവും ഭാര്യയും ഫ്ളാറ്റിൽ നിന്ന് ഇപ്പോൾ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് സത്യപ്രതിജ്ഞയ്ക്കായി പോകുന്നതിന്റെ നിലവിലെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അധികം ദൂരമില്ല, ഒരു 10 മിനിറ്റിനുള്ളിൽ വീരോചിതമായ മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള ഇത് തീർച്ചയായും ജീവൻ സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ട് എന്ന് തോന്നുന്നു. ശബ്ദം വ്യക്തമല്ല. ജീവൻ, അതായത് ഒരുപാട് വാനോളം ഉയരുന്ന പ്രതീക്ഷകൾ ഒരുപക്ഷെ ഉണ്ട്. ഇപ്പോൾ പിണറായി വിജയൻ ആ ഘട്ടത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രി പദത്തിലേക്ക് നടന്നു കയറാൻ പോകുന്നത്. സത്യപ്രതിജ്ഞാ വേദിയിലേക്ക് പിണറായി വിജയൻ പോകുമ്പോൾ തത്സമയ ദൃശ്യങ്ങൾക്ക് ഒപ്പം ജീവൻ കൂട്ടിച്ചേർക്കാം. ജീവനിലേക്ക് പോകണ്ട, കാരണം അദ്ദേഹം ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ വേദിയിലേക്ക് എത്തിച്ചേരും. ഒരുപക്ഷെ സാലി മുഹമ്മദ് ആയിരിക്കും ആ വിവരങ്ങൾ ഏറ്റവും പുതുതായി നമുക്ക് തരാൻ കൂടുതൽ സാലിക്ക് കഴിയുക. കാരണം വലിയ ദൂരമില്ലോ അവിടുന്ന് സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക്. ഏതാണ്ട് മിനിറ്റ് കൊണ്ട് എത്താൻ സാധിക്കും. സാലി, ഈ ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന വിവരങ്ങൾ, അദ്ദേഹം ഫ്ളാറ്റിൽ നിന്ന് വേദിയിലേക്ക് തിരിച്ചിട്ടുണ്ട്, അല്പസമയത്തിനകം അവിടെ എത്തിച്ചേരും. നിയുക്ത മുഖ്യമന്ത്രി പിണറായി അല്പസമയത്തിനകം ഇവിടെ എത്തിച്ചേരുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹം പുറപ്പെട്ടു കഴിഞ്ഞു എന്ന വിവരം ഇവിടെ ലഭിച്ചിട്ടുണ്ട്. ഏതായാലും അദ്ദേഹവും മറ്റു നിയുക്ത മന്ത്രിമാരും ചിലരെങ്കിലും ഇവിടെ ഇതിനകം തന്നെ എത്തിയിട്ടുണ്ട്. പിണറായി അല്പസമയത്തിനകം എത്തുകയും ചെയ്യും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3:50 ഗവർണർ പി സദാശിവം ഇവിടെ എത്തുക. അതിനുശേഷം 4 മണിയോടുകൂടി ഔദ്യോഗിക ചടങ്ങുകൾക്ക് തുടക്കമാവുകയും ചെയ്യും. ഏതായാലും അങ്ങേയറ്റത്തെ ആവേശത്തോടും പ്രതീക്ഷയോടും കൂടി ഈ ഒരു കാത്തിരിപ്പിൻ്റെ ഒരു ഫലസമാപ്തി എന്ന നിലയ്ക്കാണ് സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർ ഇതിനെ കാണുന്നത്. അതുകൊണ്ട് കൂടിയാവണം വലിയ ആവേശത്തോടെ 10,000-കണക്കിന് ആളുകൾ ഇവിടെ എത്തിയിരിക്കുന്നു. ഏതാണ്ട് 50,000 പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സ്റ്റേഡിയമാണിത്. ഇതിനകം തന്നെ ഈ പ്രദേശം ജനനിബിഡമായി കഴിഞ്ഞു. ഒപ്പം പ്രത്യേക പന്തൽ ക്രമീകരിച്ചിട്ടുണ്ട്. അതിൽ ഏതാണ്ട് 3000-ഓളം പേർക്ക് ഇരിക്കാൻ കഴിയുന്ന ഇരിപ്പിടങ്ങളും ഒക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടവർക്ക് വേണ്ടി VIP-കൾക്കും VVIP-കൾക്കും ഒക്കെ വേണ്ടി പ്രത്യേക ഇരിപ്പിടങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ വേദിയിൽ അത് ഗവർണർ, നിയുക്ത മുഖ്യമന്ത്രി, മറ്റ് മന്ത്രിമാർ, ചീഫ് സെക്രട്ടറി, ഇത്രയും പേർക്കുള്ള ഇരിപ്പിടങ്ങളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. വേദിയിൽ നടുക്കായി കാണുന്ന, കൃത്യം മധ്യത്തിലായി കാണുന്ന ഇരിപ്പിടത്തിലായിരിക്കും ഗവർണർ ഇരിക്കുക. അതിന് 2 വശത്തായി 9 വീതം കസേരകൾ നിരത്തിയിട്ടുണ്ട്. അതിൽ വലതുവശത്തെ ആദ്യത്തെ കസേരയിലായിരിക്കും നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയന് ഇരിപ്പിടം ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെ 18 മന്ത്രിമാരും ഗവർണറുടെ 2 വശത്തുമായി ഇരിക്കും. ആദ്യത്തെ ചടങ്ങ് തന്നെ മുഖ്യമന്ത്രിയുടെ സത്യവാചകം ചൊല്ലലാണ്. അതായത് ചീഫ് സെക്രട്ടറി പിണറായി വിജയനെ സത്യപ്രതിജ്ഞ ഏറ്റുചൊല്ലുന്നതിനായി ക്ഷണിക്കും, സത്യവാചകം ചൊല്ലുന്നതിനായി ക്ഷണിക്കും. അതോടുകൂടിയാണ് ചടങ്ങുകൾ ആരംഭിക്കുക. ആദ്യം പിണറായി വിജയൻ തന്നെയായിരിക്കും സത്യവാചകം ചൊല്ലുക. തുടർന്ന് 18 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചൊല്ലും. ഒരു മന്ത്രി സത്യപ്രതിജ്ഞ ചൊല്ലിയതിന് ശേഷം ഒപ്പുവെച്ച് കടക്കുന്ന ഏതാണ്ട് ഒരു 5 മിനിറ്റ് സമയം ഒരു മന്ത്രിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ദൈർഘ്യമുണ്ടാകും എന്നാണ് കരുതപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഏതാണ്ട് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ചടങ്ങുകളും പൂർത്തിയാക്കാൻ കഴിയും എന്നാണ് കരുതുന്നത്. ഏതാണ്ട് 5 മണിയോടുകൂടി തന്നെ പിണറായി വിജയൻ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് പൂർത്തിയാക്കി ഔദ്യോഗിക മറ്റ് നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും. ആദ്യ പരിപാടി ഗവർണർ ഒരുക്കിയിരിക്കുന്ന വിരുന്ന് തന്നെയാണ്. പുതിയ മന്ത്രിസഭയ്ക്ക്, മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഗവർണർ പി സദാശിവം രാജ്ഭവനിൽ വിരുന്നൊരുക്കിയിട്ടുണ്ട്. ആ വിരുന്നിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. ഏതായാലും ഇപ്പോൾ വലിയ ആവേശത്തോടെയുള്ള മുദ്രാവാക്യം വിളികൾ ഉയരുന്നുണ്ട്. കാരണം പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന്. ഇപ്പോൾ ചലച്ചിത്ര താരം മമ്മൂട്ടി എത്തിയിരിക്കുന്നു. അതിൻ്റെ ആവേശത്തിലാണ് ഇവിടെ ആളുകൾ. വലിയ ആവേശത്തോടെ ആളുകൾ മമ്മൂട്ടിയെ സ്വീകരിക്കുന്നു. മമ്മൂട്ടി മാത്രമല്ല, ചലച്ചിത്ര മേഖലയിലെ വളരെ പ്രമുഖർ, ചലച്ചിത്ര സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ വളരെ പ്രമുഖർ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുന്നു എന്നുള്ളൊരു സവിശേഷ സാഹചര്യമുണ്ട്. അതിലും ഒതുങ്ങുന്നില്ല ഇതിലെ പങ്കാളിത്തം. സാമുദായിക നേതാക്കൾ, മതമേലധ്യക്ഷന്മാർ, സാംസ്കാരിക പ്രവർത്തകർ, കവികൾ, ചലച്ചിത്ര മേഖലയിലെ പ്രമുഖർ തുടങ്ങി ഒട്ടനവധി പേർ ഉണ്ട്. അതിൻ്റെ ചുരുക്കത്തിൽ കഴിഞ്ഞ ദിവസം പിണറായി വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞത് ഈ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം ആയിരിക്കും ഇവിടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുക എന്ന് മാത്രമല്ല, അത് ഈ സമൂഹത്തിൻ്റെ ആകെ ഒരു പങ്കാളിത്തമായാണ് തങ്ങൾ കാണുന്നത് എന്നാണ്
പിണറായി പറഞ്ഞത്. അത് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്നതാണ്. എല്ലാ തരത്തിലും എല്ലാ വിഭാഗത്തിലും പെടുന്ന ആളുകളുടെ ഒരു പങ്കാളിത്തം ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിനെ ധന്യമാക്കിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. തീർച്ചയായും ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം. ശ്രീ ജോൺ ബ്രിട്ടാസ്, മമ്മൂട്ടി, ദിലീപ് അടക്കമുള്ള പ്രമുഖരാണ് ഇപ്പോൾ നമുക്ക് ക്യാമറയ്ക്ക് മുന്നിൽ കാണാനാകുന്നത്. ഇതാ മുഖ്യമന്ത്രി നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയിരിക്കുന്നു. ഒരുപക്ഷെ വേദിയിൽ യഥാർത്ഥത്തിലുള്ള ആവേശം ഇപ്പോഴാണ് എത്തുക എന്ന് തന്നെ തോന്നുന്നു. സാലി, പിണറായി വിജയൻ വേദിയിലേക്ക് കടന്നിരിക്കുന്നു, സത്യപ്രതിജ്ഞ നടക്കുന്ന വേദിയിലേക്ക്. ആജിം ഷാദ്, തീർച്ചയായും പിണറായി കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നിയുക്ത മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ അങ്ങേയറ്റത്തെ ആവേശത്തിലാണ് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ ആവേശം എല്ലാവരുടെയും മുഖങ്ങളിലും പ്രകടമാണ്. പ്രമുഖ നേതാക്കളൊക്കെയും മുൻനിരയിലുണ്ട്. ഒപ്പം ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഇടതുപക്ഷ ജനാധിപത്യ പ്രവർത്തകരും സാധാരണക്കാരായ ആളുകളും ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നു. അങ്ങേയറ്റത്തെ ആവേശത്തോടു കൂടി അവർ തങ്ങളുടെ വികാരം പങ്കുവെക്കുകയാണ്. പിണറായി എത്തിയത് വലിയ ആവേശത്തോടു കൂടിയാണ് ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് തന്നെ പറയാം. പിണറായി ഇപ്പോൾ വേദിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. മുൻനിരയിൽ ഇരിക്കുന്നവരെ അദ്ദേഹം അഭിവാദ്യം ചെയ്യുകയും പ്രതിഭിവാദ്യം ചെയ്യുകയും ചെയ്യുന്നു. വലിയ ഒരു ജനക്കൂട്ടം തന്നെ പിണറായിയെ സ്വീകരിക്കാനായും അദ്ദേഹത്തെ കാണാനുമൊക്കെയായി എത്തിയിട്ടുണ്ട്. വലിയ ആവേശത്തോടെ വലിയ പ്രതീക്ഷകളോടെ പുതിയ സർക്കാരിനെ വരവേൽക്കാനായി ഉള്ള എല്ലാ തയ്യാറെടുപ്പുകളും സെൻട്രൽ സ്റ്റേഡിയത്തിൽ അന്തിമഘട്ടത്തിലേക്ക് കടക്കുന്നു. ഇനി ഔദ്യോഗിക ചടങ്ങുകൾ നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ ഏതാണ്ട് അരമണിക്കൂർ മാത്രമാണ് ശേഷിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഏതാണ്ട് എല്ലാ പ്രമുഖരും ഇവിടെ എത്തിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. ദൃശ്യങ്ങളിൽ കാണുന്നത് തന്നെ അതിനേക്കാൾ ദൃശ്യങ്ങളിൽ കാണാത്തതിനപ്പുറമുള്ള ആവേശമാണ് നമുക്കിവിടെ നേരിട്ട് കാണാൻ കഴിയുക. ഇപ്പോൾ ഇവിടെ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർക്ക് വേണ്ടി സ്വാഗതഗാനം പുരോഗമിക്കുകയാണ്. തീർച്ചയായും മറ്റു വിവരങ്ങൾക്ക് കൂടി മടങ്ങി വരാം. ആ ദൃശ്യങ്ങൾ കൂടുതൽ സംസാരിക്കും ഇപ്പോൾ.
ദേശീയതയ്ക്കായി, നമ്മുടെ മണ്ണിനായി, നാടിൻ്റെ ഹരിതാഭയ്ക്കായി, സാമൂഹ്യ സുരക്ഷയ്ക്കായി ഒരുമിക്കുക എന്ന് ആഹ്വാനം ചെയ്യുന്ന ഞങ്ങളുടെ ഈ ഗാനാഞ്ജലി ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും, ഇവിടെ എത്തിച്ചേർന്ന സമസ്ത മേഖലയുള്ള ജനതയ്ക്കും ഈ ഗാനാഞ്ജലി ഇവിടെ അവതരിപ്പിക്കാൻ അവസരം നൽകിയ ഏവർക്കും ഞങ്ങളുടെ ഹാർദമായ നന്ദി. നന്ദി. ജനകീയ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. 4 മണിക്ക് മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഇപ്പോൾ സാലി മുഹമ്മദ് ചേർന്നു. സാലി, ജനകീയ ജനാധിപത്യ സർക്കാർ എല്ലാ അർത്ഥത്തിലും അധികാരമേൽക്കാൻ മിനിറ്റുകൾ മാത്രമാണുള്ളത്. എന്താണ് ഈ ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കാനാവുക? സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. സത്യപ്രതിജ്ഞയ്ക്ക് അജിംഷാദിനി 4 മണി 3:36 4 മണി മാത്രമാണ്. പിണറായി വിജയൻ അടക്കമുള്ള പ്രമുഖർ എല്ലാവരും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരു വലിയ നിരയും അവിടെ കാണാൻ സാധിക്കും 4 മണിക്ക്. ഇനി അതിൻ്റെ സാങ്കേതികമായ നടപടിക്രമങ്ങളിലേക്ക് മാത്രം കടന്നാൽ മതിയാകും 4 മണിയോടുകൂടി. തീർച്ചയായും പ്രമുഖർ എത്തേണ്ട എന്നതിനപ്പുറത്തേക്ക് എല്ലാ കോണുകളെയും പ്രതിനിധീകരിക്കുന്ന പ്രമുഖർ, ഒപ്പം അപാലവൃദ്ധം ജനങ്ങളും സാധാരണക്കാരും തങ്ങളുടെ സർക്കാർ, തങ്ങൾ സമ്മതിദാനം നൽകി നിറവേറ്റിയ സർക്കാർ ഇതാ പുലരാൻ പോകുന്നു എന്നത് തന്നെയാണ് അവരുടെ ഒക്കെയും പ്രതീക്ഷ. ഒരുപക്ഷെ ദൃശ്യങ്ങളിൽ തന്നെ അവരുടെ ശരീരഭാഷകളൊക്കെയും സൂചിപ്പിക്കുന്നതാണ്. വരൂ, ഞങ്ങൾ പാടുന്നു, കാരുണ്യമേ പാടി ഉണരൂ എന്ന ആ സ്വാഗത ഗാനം പോലും യഥാർത്ഥത്തിൽ അത് ഉയർത്തുന്ന ഒരു തരംഗമുണ്ട്. നമ്മുടെ മലയാളത്തിന്റെ എം ജയചന്ദ്രൻ ഇവിടെ സംഗീതം ആരംഭിക്കുകയാണ്. എല്ലാവരും ഒന്ന് മാറുക അപേക്ഷിക്കുന്നു. എല്ലാവരും ഒന്ന് മാറുക. ഫോട്ടോഗ്രാഫേഴ്സ് സഹകരിക്കുക. പോലെ സജീവമായി തന്നെ കുറ്റമറ്റ രീതിയിൽ പ്രവർത്തന സജ്ജമാക്കാൻ ആ ചടങ്ങിന് കഴിഞ്ഞുവെങ്കിൽ ഈ ചടങ്ങ് ഒരുപക്ഷെ കേവലം ചടങ്ങ് മാത്രമല്ലെന്നും അത് ഈ പുലരാൻ പോകുന്ന സർക്കാരിന്റെ ആദ്യ പടിയാണെന്നും ഒക്കെയുള്ള അവരുടെ തന്നെ അവകാശവാദം ഒരുപക്ഷെ സാധൂകരിക്കുന്നതാണ്. അതെ, ഇപ്പോൾ സീതാറാം യെച്ചൂരി അടക്കമുള്ളവർ ഏറ്റവും ഒടുവിലായി എത്തിച്ചേർന്നിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള പ്രത്യേക ക്ഷണം സ്വീകരിച്ച് എത്തിയിട്ടുള്ള വിശിഷ്ട അതിഥികൾ അടക്കമുള്ളവർ അവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇനി അതിൻ്റെ സാങ്കേതികമായ നടപടിക്രമങ്ങൾ മാത്രമാണ് അജിംഷാദ് പൂർത്തിയാകാനുള്ളത്. 4 മണി കൃത്യം സമയക്രമം പാലിക്കുമെങ്കിൽ 4 മണിക്ക് തന്നെ ആ ചടങ്ങുകൾ പുരോഗമിക്കും എന്നുള്ളതാണ് നിലവിൽ അറിയാൻ കഴിയുന്നതും. എന്തായാലും ജനകീയ ജനാധിപത്യ സർക്കാർ എന്ന് 3 വാചകങ്ങളിൽ അടയാളപ്പെടുത്താവുന്ന വലിയ വിപുലമായ അർത്ഥമുള്ള എന്നാൽ 3 വാചകങ്ങളിൽ ചുരുക്കാവുന്ന ജനകീയ ജനാധിപത്യ സർക്കാരാണ് ജനകീയ ജനാധിപത്യ മതേതര സർക്കാർ എന്നുകൂടി. ജനകീയ ജനാധിപത്യ വിപ്ലവം ആണ് ഒരുപക്ഷെ ഇടതുപക്ഷം അല്ലെങ്കിൽ പ്രത്യേകിച്ച് CPIM-ന്റെ രാഷ്ട്രീയ പരിപാടി തന്നെ. ആ ഒരുപക്ഷെ അതിൽ ഊന്നിയുള്ളത് എന്നുള്ളത് സാധൂകരിക്കുന്നു, എന്നുള്ളത് സാധ്യമാക്കുന്നു എന്നത് തന്നെയാണ്. തീർച്ചയായും അക്ഷരാർത്ഥത്തിൽ ഒരു ജനകീയ ജനാധിപത്യ സർക്കാരിന്റെ തിരോധാനം അവരോധം തന്നെയാണ് ഈ ഘട്ടത്തിൽ
നമുക്ക് പറയാനാകുന്നത്. വാക്കുകൾ പിഴച്ചുപോയി. തീർച്ചയായും അരുൺ, അതായത് ഈ ഘട്ടത്തിൽ നമ്മൾ അനുവർത്തിക്കേണ്ടതായ കാര്യങ്ങൾ ഒരുപാടുണ്ട്. ഒരുപക്ഷേ രാജ്യത്തിൻ്റെ നാടിൻ്റെ വിവിധ കോണുകളെ പ്രതിനിധീകരിക്കുന്ന ജനങ്ങൾ, പ്രമുഖരും അപ്രമുഖരുമായ വ്യക്തികൾ, സ്ത്രീകളുടെ സാന്നിധ്യം കൊണ്ട് അങ്ങനെ എല്ലാ മേമ്പൊടികളെയും കൃത്യമാക്കുകയാണ്. നോക്കൂ, സാധാരണഗതിയിൽ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് പ്രൗഢഗാംഭീര്യമായ ചടങ്ങിന് ജനകീയതയുടെ മേമ്പൊടിയാണ്. ഇവിടെ ജനകീയതയ്ക്ക് പ്രൗഢഗാംഭീര്യത്തിന്റെ മേമ്പൊടിയാണ്. തീർച്ചയായും എല്ലാ അർത്ഥത്തിലും തിരിയുകയാണ്. കേരളം എന്നത് നവകേരളമാവുകയാണ് എന്ന അവരുടെ അവകാശവാദം, സത്യപ്രതിജ്ഞ ചെയ്യുന്നവരുടെ അവകാശവാദം എല്ലാ അർത്ഥത്തിലും സാധൂകരിക്കുകയാണ്, എല്ലാ അർത്ഥത്തിലും അന്വർത്ഥമാവുകയാണ് എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടത്. ഒരുപക്ഷെ അജിം ഷാ, ഈ കാഴ്ചകൾ ഈ അവിടെ സന്നിഹിതരായിട്ടുള്ള സാധാരണക്കാരായി ജനങ്ങൾക്ക് ടെലിവിഷൻ സ്ക്രീനിൽ ക്രിസ്റ്റൽ ക്ലിയറിൽ മാത്രം ഇത് കാണാമായിരുന്ന ഒരു ദൃശ്യമാണ്. പക്ഷേ എന്റെ സർക്കാർ എന്ന സ്വയം ബോധ്യത്തിൽ നിന്നാണ് ഓരോരുത്തരും വിശാലമായ ജനപക്ഷ രാഷ്ട്രീയത്തിന്റെ സംഘശക്തിയാണ് സഖാവ് പിണറായി വിജയൻ നയിക്കുന്ന ഗവൺമെന്റിന്റെ പിൻബലം. മനുഷ്യരെ വേർതിരിക്കുന്ന എല്ലാ മതിലുകളുടെയും അപ്രസക്തമാക്കി സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും നന്മയുടെയും നല്ല നാളുകളെക്കുറിച്ചുള്ള പ്രതീക്ഷകളാണ് അതിനെ മുന്നോട്ട് നയിക്കുന്നത്. ഈ ചരിത്ര പ്രയാണത്തിന് ആവേശം പകർന്നുകൊണ്ട് ഇതാ ഒരു സ്നേഹഗീതം. പുതു കേരളത്തിൻ്റെ സൃഷ്ടിക്കായുള്ള മുന്നേറ്റത്തിന് ഭാവുകങ്ങൾ നേർന്ന് പ്രശസ്ത സംഗീതജ്ഞനും ദേശീയ അവാർഡ് ജേതാവുമായ മലയാളത്തിൻ്റെ സ്വന്തം എം ജയചന്ദ്രൻ ചിട്ടപ്പെടുത്തിയ ഗാനത്തിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത് മനോജ് യാദവ്. യുവഗായകൻ നിവാസിനോടൊപ്പം പിന്നണി ഗായകരായ അഭിലാഷ്, അർജുൻ കൃഷ്ണ, വനമാലി ദാസും ചേർന്ന് ആലപിക്കുന്നു. കീബോർഡ് ബാബു ജോസ്. आमन के बिना इंसान बने हम, इंसानों का यही है धर्म। आमन बेचारा बिना इंसान बने न बने हम। गप सप धनि द प ग म ध, गप सप धनि द प ग म सा ध, सला 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 सलाम। सुरों तुम्हें सदा तुम्हें सलाम। ये प्रेम है हाँ मन का है पैगाम। सरहद हम मिटा के रहेंगे, देंगे हम दिलों को मिला। मोहब्बत हम सिखा के रहेंगे, पत्थर दिल भी दे पिघला। जो ना दिलों को अपना काम है, शायरी मौसीकी के गुलाम हम हैं। कुदरत की जैसे है एक जुबान, फिर हम भला क्यों बटे। एक जमीन एक आसमां तले, एक राग प्यार का चलो भूले। नफरत का नाम वो निशान मिटा दे, पन पे ना फिर कोई रंजो गम।
जिया वही जो प्यार है जिया क्या मैं क्या तू ये फर्क भूल जा सरहद हम मिटा के रहेंगे देंगे हम दिलों को मिला मोहब्बत हम सिखा के रहेंगे पत्थर दिल भी दे पिघला बंदों की बंदगी में रहेंगे मन में कण में सुर गाते रहे दुनिया में फैला जो जहर उसे मिल के फिर पहुँच दे जीवन बने अमृत बने क्यों न राहने की हम चुने संगीत में संगीत तुम संगीत में ही ये जहां बने സത്യപ്രതിജ്ഞ വേദിയാണ് നമുക്ക് കാണാനാകുന്നത്. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യും. തീർച്ചയായും പുതുകേരളം, നവകേരളം എന്നുള്ളത് യാഥാർത്ഥ്യമാക്കുന്ന നിമിഷങ്ങൾ തന്നെയാണ് അരുൺ ഇപ്പോൾ കടന്നു പോകുന്നത്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്നും ജനങ്ങളുടെ സാന്നിധ്യത്തിന് നടുവിൽ നിന്നുമുള്ള ദൃശ്യങ്ങളോടെ സത്യപ്രതിജ്ഞയ്ക്ക് തൊട്ടു മുൻപുള്ള അവസാനവട്ട ക്രമീകരണങ്ങൾക്കുള്ള ഒരുക്കങ്ങളാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാങ്കേതികമായ നടപടിക്രമങ്ങൾ മാത്രമാണ് ഇനി ഉള്ളത്. ക്ഷണിക്കപ്പെട്ട എല്ലാ അതിഥികളും എത്തിച്ചേർന്നിട്ടുണ്ട്. അവിടെ പ്രകാശ് കാരാട്ട്, മുൻ പ്രധാനമന്ത്രി ദേവഗൌഡ, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, അതെ, ഒപ്പം കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കന്മാർ, ഒപ്പം ജനങ്ങൾ, വിവിധ കോണുകളെ പ്രതിനിധീകരിക്കുന്നവർ എല്ലാം അവിടെയുണ്ട്. ഒരുപക്ഷേ വളരെ സുശക്തമായ തങ്ങളുടെ ജനകീയ അടിത്തറ സംബന്ധിച്ചുള്ള വ്യക്തത കൂടിയാണ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഇவ்விதമാക്കുന്നതിലേക്ക് അവരെ നയിച്ചത് എന്നുള്ളത് നിഷ്പക്ഷമായി തന്നെ നിരീക്ഷിച്ചുകൂടെ? തീർച്ചയായും. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഞാൻ പറഞ്ഞത് അജിംഷാദ് ശരി വെച്ചതാണ്. കാരണം എൻ്റെ സർക്കാർ എന്നൊരു സ്വയം ബോധ്യത്തിൽ നിന്നാണ് ഈ ഓരോ ആൾക്കാരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ആരും പറഞ്ഞതല്ല, ആരും ഫോഴ്സ് ചെയ്യിപ്പിച്ചതല്ല. അവർക്ക് ഒരു സ്വയം ബോധ്യം, തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഉറപ്പുള്ളത് കൊണ്ട് കൂടിയാണ് ഇപ്പോൾ അവിടെ നിന്നുള്ള ദൃശ്യങ്ങളിലേക്ക് കൂടി പോകാമെന്ന് തോന്നുന്നു. യെസ്, വി എസ് അച്യുതാനന്ദൻ വേദിയിലേക്ക് എത്തുകയാണ്. എല്ലാ കണ്ണുകളും ആദ്യം മുതൽ തിരഞ്ഞിരുന്നത് അദ്ദേഹത്തെ കൂടിയാണ്. അദ്ദേഹം നിലവിൽ എത്തിച്ചേരുകയും ചെയ്തിരിക്കുന്നു. ഈ സർക്കാരിന് മാർഗദർശിയായി, കാര്യദർശിയായി, കേരളത്തിന് കാവലാളായി താൻ നിലകൊള്ളും എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്യുകയായിരുന്നു തെരഞ്ഞെടുപ്പിന് ശേഷം. ഒരു അനുഭവ സമ്പത്തുള്ള, ഒരുപക്ഷെ നിലവിൽ ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ ഏറ്റവും മുതിർന്ന കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുകൂടി അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. കാരണം കാസ്ട്രോക്ക് പോലും പ്രായം ഇദ്ദേഹത്തിനേക്കാൾ ചെറുപ്പമാണ് എന്നതുകൂടി പരിഗണിക്കുമ്പോൾ ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ നിലവിലെ ഏറ്റവും മുതിർന്ന കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് വി എസ് അച്യുതാനന്ദനെ നമുക്ക് നിസ്സംശയം വിശേഷിപ്പിക്കാം. അദ്ദേഹം കേരളത്തിന് കാവലാളായിരിക്കും, ഈ സർക്കാരിന് കാവലാളായിരിക്കും എന്ന് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഉറക്കെ പറയുകയും ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിന്റെ സാന്നിധ്യമാണ് നിലവിൽ സെൻട്രൽ സ്റ്റേഡിയത്തെ കൂടുതൽ ധന്യമാക്കുന്നത്. അവർക്ക് സത്യപ്രതിജ്ഞയായി ഈ റാമ്പിലേക്ക് കയറുവാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണമെന്ന് ദയവേത് അഭ്യർത്ഥിക്കുന്നു. തീർച്ചയായും മുൻ മുഖ്യമന്ത്രിമാർ ശ്രീ വി എസ് അച്യുതാനന്ദൻ, ഉമ്മൻചാണ്ടി,
അടക്കമുള്ള മുൻ മുഖ്യമന്ത്രിമാർ, ഒപ്പം മുൻ പ്രധാനമന്ത്രി HD ദേവഗൗഡ, ഒപ്പം എല്ലാ രാഷ്ട്രീയത്തെയും പ്രതിനിധീകരിക്കുന്ന വിവിധ കോണുകൾ, എല്ലാ മതവിഭാഗങ്ങളെയും പ്രതിനിധീകരിക്കുന്ന വിവിധ പ്രതിനിധികൾ, ഒപ്പം ആബാലവൃദ്ധം ജനങ്ങളും, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലെയും സാധാരണക്കാർ ഒക്കെയും അവരുടെ സർക്കാരിനെ, അവർ ഒപ്പിട്ട സർക്കാരിനെ, അവർ ചാർത്തിയ സർക്കാരിൻ്റെ തുടക്കം കാണാൻ എത്തുന്നു എന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ഒരുപക്ഷെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്നും എത്തുന്നത്. പ്രൗഢഗംഭീരമായ ചടങ്ങ്, ഒപ്പം ജനകീയമായ സാന്നിധ്യവും തീർച്ചയായും അത്തരത്തിൽ കൂടി പറയേണ്ടതുണ്ട്. അരുൺ, അതായത് മുമ്പോട്ട് വെക്കുന്ന ആശയത്തിൻ്റെ സമഗ്രത ഇങ്ങനെ ജനകീയ അടിത്തറയിലാണ് ഞങ്ങൾ പടുത്തുയർത്താൻ പോകുന്നത്. മുൻകാലങ്ങളുടെ LDF സർക്കാർ ചെയ്തതുപോലെ ഈ കാലഘട്ടത്തിന് അനുസൃതമായി കൂടുതൽ മെച്ചപ്പെടും, ഒരുപക്ഷെ ജനകീയതയുടെ അടിത്തറയിൽ ഉണ്ടാക്കാൻ പോകുന്നു എന്ന സന്ദേശം കൂടി ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ സദസ്സിന്റെ സ്വഭാവത്തിനുണ്ട്. അരുൺ, തീർച്ചയായും ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്, അതിലേക്ക് തന്നെ പോകാമെന്ന് തോന്നുന്നു. അതെ. അതായത് പിണറായി വിജയൻ നേരിട്ട് പോയി വിളിച്ചതാണ്. രക്തസാക്ഷികൾക്ക് അഭിവാദ്യം അർപ്പിച്ച് തുടങ്ങുന്ന ശീലം LDF സർക്കാരുകൾക്കൊക്കെ ഉണ്ട്. ആ ഘട്ടത്തിൽ ആലപ്പുഴയിൽ ചെന്നപ്പോൾ പിണറായി വിജയൻ നേരിട്ട് പോയി ഗൗരിയമ്മയെ കാണുകയാണ്. എന്നും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നല്ലത് മാത്രം ആഗ്രഹിക്കുന്ന വ്യക്തിത്വം കൂടിയാണ് ഗൗരിയമ്മ എന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് ശ്രീ പിണറായി വിജയൻ പറയുകയും ചെയ്തു. ഈ ഘട്ടത്തിൽ കൂടി പിണറായി വിജയൻ ശാരീരികമായി ഒരുപാട് അവശതകളുള്ള നേതാവാണ് ഗൗരിയമ്മ. ആ ഘട്ടത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് എത്തുന്നത്. അരുൺ, അതെ, പ്രായത്തിന്റെ അവശതകളെ പോലും മറികടന്നാണ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് എത്തുന്നത്. ഒരുപക്ഷെ ഇന്നലെ അദ്ദേഹത്തിന്റെ പിറന്നാൾ നിലത്തിലെത്തുകയും മധുരം പങ്കുവെക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ നൽകിയ ഒരു ഉറപ്പ് കൂടിയാണ്. കാരണം പ്രായത്തിന്റെ അവശത അപ്പോൾ തന്നെ പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഒരു ചരിത്ര മുഹൂർത്തത്തിന് ഭാഗഭാക്കാകുക എന്നത്, ഒരു ചരിത്ര വനിത എന്ന സ്വയം കർത്തവ്യം ഉള്ള, ചുമതലാബോധമുള്ള സ്ത്രീ, വിപ്ലവകാരി, ഒപ്പം രാഷ്ട്രീയ നേതാവ്, തലമുതിർന്ന രാഷ്ട്രീയ നേതാവ്, നിരവധി കാലം മന്ത്രിയായിരുന്ന അനുഭവ പരിജ്ഞാനമുള്ള ഒരു ഭരണകർത്താവ് എന്ന നിലയിലൊക്കെ കൂടി തൻ്റെ സ്വയം സാന്നിധ്യം കൊണ്ട് ഈ ചടങ്ങിനെ ധന്യമാക്കണം എന്ന സ്വയം ബോധ്യം കൂടി ഗൗരിയമ്മ എന്ന ആ വലിയ വിപ്ലവകാരിക്ക്, രാഷ്ട്രീയ നേതാവിന്, ഭരണകർത്താവിന്, മുൻ ഭരണകർത്താവിനൊക്കെ ഉണ്ടായിരുന്നിരിക്കണം. അതിൻ്റെ സാന്നിധ്യം കൂടിയാണിത്. എന്തായാലും ആ അർത്ഥത്തിലൊക്കെ ഈ വേദി ധന്യമാണ്, ഈ ചടങ്ങ് ധന്യമാണ്. ഇനി ആ സാങ്കേതിക കർമ്മങ്ങളിലേക്ക് കൂടി, കാരണം 3:53 നിലവിൽ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം. 4 മണിക്ക് തന്നെ സത്യപ്രതിജ്ഞ ചടങ്ങ് ആരംഭിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. ആ അർത്ഥത്തിൽ കൃത്യസമയത്ത് തന്നെ കാര്യങ്ങൾ പുരോഗമിക്കും എന്നാണ് കരുതേണ്ടത്. സാങ്കേതികമായ ഇനി നടപടിക്രമങ്ങൾ ഗവർണർ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നു. നിയുക്ത നിയമസഭാ കക്ഷി നേതാവായ CPM-ന്റെ നിയുക്ത മുഖ്യമന്ത്രി, അതിനി 7 മിനിറ്റ് മാത്രം നമുക്ക് പറയാം നിയുക്ത മുഖ്യമന്ത്രി എന്ന്, അല്ലേ? ഇനി മുഖ്യമന്ത്രി എന്ന പദം തന്നെ നമുക്ക് ഉപയോഗിക്കാം. അദ്ദേഹം അധികാരമേൽക്കും. ഒപ്പം മറ്റ് മന്ത്രിമാർ സത്യവാചകം ചൊല്ലി അധികാരം ഏറ്റെടുക്കും. ആ കാഴ്ച നിലവിൽ അവിടെ നിന്ന് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്ന് ഒരു വലിയ ജനസഞ്ചയത്തെ സാക്ഷി നിർത്തി കാണാനും സാധിക്കും. തീർച്ചയായും സത്യപ്രതിജ്ഞാ ചടങ്ങിനെ അങ്ങനെ ജനങ്ങളുടെ നടുവിലേക്ക് എത്തിക്കുകയും ആ ജനങ്ങളുടെ നടുവിൽ നിന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്യുന്നത് എന്ന ഉറക്കെയുള്ള പ്രഖ്യാപനമാണ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ്. ഒരുപക്ഷെ കേരളം കണ്ടിട്ടില്ലാത്ത ജനസാന്നിധ്യം 57 മുതൽ ഇങ്ങ് 56 കേരള രൂപീകൃതമായതിനു ശേഷം തുടങ്ങിയാൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ജനസാന്നിധ്യത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സർക്കാരാകും പിണറായി വിജയൻ നേതൃത്വം നൽകുന്നത് എന്ന് തന്നെ ഉറപ്പിച്ചു പറയാനാകും. അത്രയേറെ ജനസാന്നിധ്യം നോക്കൂ. ശാന്തമായി അവരുടെ നേതാവിനെ അല്ലെങ്കിൽ അവരുടെ ഭരണകൂടത്തെയൊക്കെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഭാഗമായി, അല്ലെങ്കിൽ അവരുടെ ഭരണകൂടം സാധ്യമാകുന്നതിൻ്റെ ഒക്കെ ആ ഒരു പ്രതീക്ഷയാണ് ജനങ്ങളുടെ ദൃശ്യങ്ങളിൽ നിന്നും കാണുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അരുൺ. അതെ, ഒരുപക്ഷെ പ്രൗഢഗംഭീരമായ സദസ്സ് നോക്കൂ. VS അച്യുതാനന്ദൻ, ഉമ്മൻചാണ്ടി അടക്കമുള്ള മുൻ മുഖ്യമന്ത്രിമാർ, HD ദേവഗൗഡ അടക്കമുള്ള മുൻ പ്രധാനമന്ത്രി, സീതാറാം യെച്ചൂരി, പ്രകാശ് കാരാട്ട്, O രാജഗോപാൽ, കുഞ്ഞാലിക്കുട്ടി,
തുടങ്ങി എല്ലാ പ്രമുഖ നേതാക്കന്മാരുണ്ട്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരുപക്ഷെ നേതാക്കന്മാരുടെ കാര്യത്തിൽ മാത്രമാകില്ല അരുൺ, അതെ, ജനങ്ങളുടെ കാര്യത്തിലും അതെ, എല്ലാ കക്ഷികളിലും പെട്ടവർ ഒരുപക്ഷെ അവിടെ എത്തിയിട്ടുണ്ടാകും. കാരണം അങ്ങനെ ഒരു സ്വഭാവമാണ് ശ്രീ പിണറായി വിജയൻ തന്നെ തുറന്നിട്ടത്. ഇത് LDFന്റെ മാത്രം സർക്കാരല്ല, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാത്രം സർക്കാരല്ല, മറിച്ച് ഇത് ജനങ്ങളുടെ ആകെ സർക്കാരാണ്. അതിനുള്ള ആശയവും അതിനുള്ള ഭരണ യന്ത്രങ്ങളും തിരിക്കുന്നതിന്റെ ആശയം ഒരു പക്ഷേ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടേതാകാം. പക്ഷേ ഞങ്ങൾ തുറന്നിടുന്ന സർക്കാർ ജനത്തിന്റെ സർക്കാരാണ് എന്നുള്ള ആ ഒരു പ്രഖ്യാപനം തന്നെ നിസ്സാരമല്ല. ഒരുപക്ഷെ അത് തന്നെ അവിടെ എത്തിയിരിക്കുന്ന ജനങ്ങളിലും കാണാനാകും. നേതാക്കന്മാരെ പോലെ തന്നെ വിവിധ കക്ഷികളെയും വിവിധ കോണുകളെയും പ്രതിനിധീകരിക്കുന്നവരാണ് ജനങ്ങളായും അവിടെ എത്തിയിരിക്കുന്നത്. തീർച്ചയായും ഏറ്റവും നല്ല മുഹൂർത്തം. ഒരുപക്ഷെ അവർ അവകാശപ്പെടുന്നത് പോലെ തന്നെ ദേശീയ രാഷ്ട്രീയം, ലോകരാഷ്ട്രീയം, ഒപ്പം ഇന്ത്യൻ രാഷ്ട്രീയം ചരിത്രപരമായ അതിൻ്റെ ദശാസന്ധികളിലൂടെ പരീക്ഷണ കാലഘട്ടത്തിലൂടെ കടന്നുപോകുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്ന ചരിത്രപരമായ അധികാരമേറ്റെടുക്കൽ അത് വലിയ രാഷ്ട്രീയ പ്രാധാന്യം ഉള്ളതാണ്, കാലികമായ പ്രസക്തിയുള്ളതാണ് എന്നൊക്കെ അവർ അവകാശപ്പെടുന്നുണ്ട്. ഭരണാധികാരികൾ അല്ലെങ്കിൽ ആ സർക്കാരുകൾ അവകാശപ്പെടുന്നുണ്ട്. അതിൻ്റെ സാധൂകരണം കൂടിയായിരിക്കാം. എന്തായാലും 1957 ഏപ്രിൽ 5 ഐക്യ കേരളത്തിൽ ബാലറ്റ് യുദ്ധത്തിലൂടെ ആദ്യമായി അജിംഷാദ് തെരഞ്ഞെടുപ്പിലൂടെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരമേറ്റെടുത്തത്. അതിനുശേഷം ചരിത്രത്തിൻ്റെ ദശാസന്ധികളിലൂടെ കടന്ന് ഇപ്പോൾ വീണ്ടും ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരം ഏറ്റെടുത്തിരിക്കുകയാണ്. ആ ഒന്നാം മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ഒരംഗം KR ഗൗരിയമ്മ തന്നെ നിലവിൽ ഈ മന്ത്രിസഭയിലും അധികാരമേറ്റെടുക്കുമ്പോൾ സത്യവാചകം ചൊല്ലിക്കൊടുക്കാൻ വളരെ ചരിത്രപരമായ വളരെ ശ്രദ്ധിക്കേണ്ട ചരിത്രപരമായ ഒരു കൗതുകം കൂടിയാണ്. തീർച്ചയായും അത് ചരിത്ര രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കൊക്കെ കൗതുകമായി തന്നെ നിലനിൽക്കുന്നതാണ്. അത്തരത്തിൽ ഒരു ആവേശം ഞാൻ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, ഗൗരിയമ്മ എന്ന ഭരണാധികാരി വലിയ വിപ്ലവ നേതാവ്, സ്വയം സാന്നിധ്യം, സ്വയം ബോധ്യത്തിൽ നിന്നാകും ഭൂപരിഷ്കരണ നിയമം അടക്കം ഒപ്പിട്ട ഒരുപക്ഷെ ഗൗരിയമ്മയുടെയും VS അച്യുതാനന്ദന്റെയും HD ദേവഗൌഡയുടെയും ഒക്കെ സാന്നിധ്യം നൽകുന്ന ഒരു വലിയ മാനങ്ങളുണ്ട്. ഒരുപക്ഷെ ഈ സർക്കാരിൻ്റെ എല്ലാവിധ വികസന പ്രവർത്തനങ്ങൾക്കും അത്തരത്തിലൊരു ജനകീയ സാന്നിധ്യം ഉണ്ടാകാനൊക്കെ സാധ്യമാകുന്ന മേമ്പൊടികളാണ് ഈ ഘട്ടത്തിൽ അത് സാധ്യമാക്കുന്നത്. അരുൺ, 3:57 ഗവർണർ എത്തിയിരിക്കുന്നു. തീർച്ചയായും P സദാശിവം ഗവർണർ എത്തിയിരിക്കുകയാണ്. സത്യപ്രതിജ്ഞാ വേദിയിലേക്ക് തത്സമയ ദൃശ്യങ്ങൾ. കൃത്യം 4 മണി എന്ന സമയക്രമം തന്നെ 3 മിനിറ്റുകൾ മാത്രമാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിനായുള്ളത്. ഗവർണർ P സദാശിവം അദ്ദേഹം വേദിയിലേക്ക് എത്തി.